ദളപതി അത് കഴിഞ്ഞിട്ട് ഗുഡ് മോർണിംഗ്. ഒരുപാട് പുതിയ മുഖങ്ങളെ കാണുന്നുണ്ട്, ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന അല്ലേ? കുറച്ച് പേര് എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ പേരില്ല ഇവിടെ. ജസ്റ്റ് ഒന്ന് എത്ര പേരുണ്ടെന്ന് അറിയാനായിട്ട് ഒന്ന് എഴുന്നേറ്റ് ആദ്യമായിട്ട് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആൾക്കാർ. It's around 50-70. Okay, thank you. പിന്നെ നിങ്ങളെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നിട്ടുള്ള ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്തായിരിക്കാം, ഒരു ബന്ധുവായിരിക്കാം, ഒരു പരിചയക്കാരനായിരിക്കാം, അല്ലെങ്കിൽ അടുത്ത കാലത്ത് എവിടെയോ വെച്ച് റീസെൻ്റ്ലി സോഷ്യൽ മീഡിയയിൽ അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഒക്കെ ആയിരിക്കാം. ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഇന്നോട് എത്തിയപ്പോൾ എന്തിനാണ് ഇവിടെ എത്തിയതെന്നുള്ളത് ഏകദേശം ഒരു രൂപം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ട്രെയിനിങ് പ്രോഗ്രാമാണല്ലോ ഇത്, അല്ലേ? അങ്ങനെ തന്നെയല്ലേ? അപ്പൊ എന്താണെന്നുള്ളത് എല്ലാവർക്കും രൂപമുണ്ടല്ലോ. എന്തിനാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നുള്ളത് അറിയാം. യെസ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കമ്പനിയുടെ പേരൊക്കെ പറഞ്ഞില്ല, എല്ലാവർക്കും അറിയാം. ഈ കമ്പനിയിൽ വരുന്ന ആളുകൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കാണ് ഇവിടെ വരുന്നത് കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള പ്രയോജനങ്ങൾ ഉണ്ടാവുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതിൽ ഒന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത്, നിലവിൽ കയ്യിൽ ധാരാളം പൈസ ഉണ്ട്, കോടികളുണ്ട്, ഒരുപാട് അസറ്റ് ഉണ്ട്, നല്ല ലൈഫ് സ്റ്റൈൽ ഉണ്ട്, എങ്ങനെ നോക്കിയാലും ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയിട്ടുള്ള ആളുകൾ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടെ എന്താണ് റോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ കയ്യിലുള്ള പണം സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിലൊക്കെ ആവശ്യത്തിൽ കൂടുതൽ പണം വന്നാൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്തായിരിക്കും? ഇൻവെസ്റ്റ് ചെയ്യും. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു അല്ലേ? ഇപ്പോ ഒരു മാസം ഒരു 3 ലക്ഷം രൂപ സാലറി ഉള്ള ഒരാളാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ വരുമാനമുള്ള ഒരാളാണെന്ന് വിചാരിക്കാം. ഒരു പക്ഷേ ആളുടെ മാക്സിമം ആളുടെ ഒരു എക്സ്പെൻസ് വിത്ത് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക എല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം, അതിൽ കൂടുതൽ എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും. അപ്പൊ ബാക്കി വരുന്ന ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ ഉണ്ടാവും. അപ്പൊ ആ പണം ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത് തന്നെയാണ് സാധാരണ എല്ലാവരും ചെയ്യുക. അല്ലാതെ 3 ലക്ഷം രൂപ ഈ മാസം ശമ്പളം ഉണ്ട്, 3 ലക്ഷം എടുത്ത് തീർത്തേക്കാന്നായിരിക്കും വിചാരിക്കും. അടുത്ത മാസം 3 ലക്ഷം കിട്ടൂലേ, എന്നാൽ പിന്നെ അടുത്ത മാസം വരുന്നവർ ഈ 3 ലക്ഷം അടിച്ചു പൊളിച്ച് ചെലവാക്കി തീർക്കുക, വീണ്ടും അടുത്ത മാസം 3 ലക്ഷം കിട്ടും, വീണ്ടും അത് ഫുള്ളായിട്ട് തീർക്കുക. അങ്ങനെ ആരും ചിന്തിക്കാറില്ല പൊതുവെ, അല്ലേ? അങ്ങനെ ചിന്തിക്കുന്നവരെന്താവും, അധികം വൈകാതെ ദരിദ്രരായി പോവുകയും പെട്ടെന്ന് അവർക്ക് വരുമാനം ഇല്ലാതായി കഴിഞ്ഞാൽ അവര് സാധാരണ ജീവിച്ചിരുന്ന ലൈഫ് സ്റ്റൈലിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ ഡിപ്രഷനും അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യും, ചിലപ്പോൾ നാട് വിടും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പോകേണ്ടി വരും. പക്ഷെ ഇന്നത്തെ ഒരു സമൂഹത്തിലെ ആളുകളെല്ലാം തന്നെ ഞാനിവിടെ കോടികൾ ഉണ്ടാക്കുന്ന കഥ പറയാൻ പോകുമ്പോൾ അവിടെ നിന്ന് ഉറങ്ങുകയാണ്. ഇൻവെസ്റ്റ് ചെയ്ത് പൈസനെ പെരുപ്പിച്ച് അല്ലെങ്കിൽ നല്ല രീതിയിൽ പണമുള്ള സേവ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ധനികരായിട്ടുള്ള കോടീശ്വരന്മാരായിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ നമുക്ക് നോക്കിയാൽ കാണാം. അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുന്ന എന്തിനാ? ഈ ഒരു പ്രസ്ഥാനവുമായിട്ട് കണക്ട് ചെയ്ത് പ്രവർത്തിച്ച് ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് 2 കോടി രൂപ ഏൺ ചെയ്യുന്ന ആ ഒരു കാര്യം ഡീപ്പായിട്ടൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോ നിങ്ങൾ ഫീൽഡിലേക്ക് പോയി അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു ആക്ടിവിറ്റി മറ്റ് ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ ഇവിടുന്ന് കേൾക്കുന്ന കാര്യങ്ങളെല്ലാം കേട്ട് പഠിച്ച് മനസ്സിലാക്കി വീട്ടിൽ പോയിരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല, അല്ലേ? അപ്പൊ നമ്മളിവിടെ കണക്ട് ചെയ്യാൻ പോകുന്നത് പബ്ലിക്കുമായിട്ടാണ്, അല്ലെങ്കിൽ നമ്മളുടെ കണക്ഷനുള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ പോകണം. ഈ കണക്ട് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ആളുകളെ നോക്കുമ്പോൾ എല്ലാവരും ഒരേ കാറ്റഗറി ആളുകളൊന്നും ആവുന്നില്ല. അപ്പൊ ഞാൻ അവരെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ ഒരു കാറ്റഗറി ആളുകളാണ് കയ്യിൽ ധാരാളം പൈസയുള്ള ആളുകൾ. ആ പൈസ എങ്ങനെ, അവരുടെ കയ്യിലുള്ള പണം എങ്ങനെ സേഫ് ആയിട്ടുള്ള ലീഗലായിട്ടുള്ള ഹൈ റിട്ടേൺ കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ് നടത്താം, എത്രയും പെട്ടെന്ന് എങ്ങനെ ആ പണത്തെ
വീണ്ടും വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം, ഇരട്ടിപ്പിക്കാം. അപ്പൊ ആ ഒരു മെസ്സേജ് കൊടുക്കാനാണ് ഒന്നാമത്തെ ഇന്നത്തെ ഒരു പ്രോഗ്രാമിന്റെ ഒരു ഉദ്ദേശം. നമ്മൾ കാണാൻ പോകുന്ന വ്യക്തികൾ ധാരാളം പൈസ ഉള്ള ആളുകളാണെങ്കിൽ അവരോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിലുള്ള പണം സേഫായി ഇൻവെസ്റ്റ് ചെയ്ത് അതിനെ എത്രയും പെട്ടെന്ന് വീണ്ടും കൂടുതൽ കൂടുതൽ ലാഭം ഉണ്ടാക്കി ഇരട്ടിപ്പിക്കാവുന്ന രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ ഒരു കാറ്റഗറി ആളുകളാരെന്ന് മനസ്സിലായല്ലോ, കയ്യിൽ ധാരാളം പൈസ ഉള്ള ആളുകൾ. അവരോട് എന്താ പറയേണ്ടത്? നമ്മളുടെ കയ്യിൽ സേഫ് ആയിട്ടുള്ള ലീഗൽ ആയിട്ടുള്ള പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്രൊജക്റ്റുകളുണ്ട്. പ്രൊജക്റ്റ് അല്ല, പ്രൊജക്റ്റുകളുണ്ട്. ഒന്നിൽ കൂടുതൽ പ്രൊജക്റ്റുകളുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇന്ന് വന്നിരിക്കുന്നതിന്റെ ഒന്നാമത്തെ നിങ്ങളുടെ ഒരു ഉദ്ദേശം. രണ്ടാമത്തെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കയ്യിൽ ഒരുപാട് കോടികളൊന്നുമില്ല, കുറച്ച് പൈസ ഉണ്ട്. ചിലപ്പോൾ ഒരു 25 ലക്ഷമോ 50 ലക്ഷമോ അല്ലെങ്കിൽ ചിലപ്പോൾ കഷ്ടിച്ച് 1 കോടിയോ 2 കോടിയോ അതല്ലെങ്കിൽ 10 ലക്ഷമോ 5 ലക്ഷമോ അങ്ങനെയൊക്കെയുള്ള ചെറിയ പൈസ കയ്യിലുള്ള ആളുകളുണ്ടാവും. ഇപ്പോൾ 1 ലക്ഷം രൂപ കയ്യിലുള്ള ആളാവും. അപ്പൊ അങ്ങനെ ഒരു ചെറുതും വലുതുമായിട്ടുള്ള എന്നാൽ വലിയ ഹ്യൂജ് ആയിട്ടുള്ള പണം ഒന്നും ഇല്ലാത്ത ഒരു മിഡിൽ ക്ലാസ് കാറ്റഗറിയിൽ വരുന്ന ആളുകൾ, അവരുടെ കയ്യിലുള്ള പൈസയും ഇതുപോലെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തി പെട്ടെന്ന് അത് മൾട്ടിപ്ലൈ ചെയ്യാവുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്, അതും ഇവിടെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ 2 കാറ്റഗറി ആൾക്കാർ, ഒന്ന് കുറെ പൈസ ഉള്ള ആൾക്കാർ, 2 കുറച്ച് പൈസ ഉള്ള ആൾക്കാർ. ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറി ആൾക്കാരുണ്ട്. ഒരു പക്ഷേ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടാവുമായിരിക്കും ഈ മൂന്നാമത് പറയാൻ പോകുന്ന ആൾക്കാർ. ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷേ അതൊന്നും ലൈഫിൽ നേടാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയോ വിശ്വാസമോ അങ്ങനെയൊന്നുമില്ല. അതൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ റിയാലിറ്റി ലൈഫിൽ വന്നു കഴിഞ്ഞപ്പോ അത് നടക്കാൻ പോണ കേസല്ല എന്ന് മനസ്സിലായി. അതെല്ലാം ഉപേക്ഷിച്ച് ഇപ്പൊ എന്തെങ്കിലും ചെറിയ ജോലിയോ ചെറിയൊരു ബിസിനസ് ഒക്കെ ചെയ്ത് തട്ടിമുട്ടി ജീവിച്ചു പോകുന്ന, കയ്യിൽ കാര്യമായിട്ടുള്ള സേവിങ്സ് ഒന്നും ഇല്ലാത്ത, ചുരുക്കി പറഞ്ഞാൽ 1 ലക്ഷം രൂപ തികച്ച് അക്കൗണ്ടിൽ ഇല്ലാത്ത അല്ലെങ്കിൽ 10,000 രൂപ പോലും ഇല്ലാത്ത ആളുകൾ പോലും ഉണ്ടാവാം. അപ്പൊ അവർ കൂടെ എന്താ ചെയ്യാനുള്ളത്? അപ്പൊ ആദ്യം പറഞ്ഞ കാറ്റഗറിക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, രണ്ടാമത് പറഞ്ഞ കാറ്റഗറിക്കും ഇൻവെസ്റ്റ് ചെയ്യാം, മൂന്നാമത് പറഞ്ഞ കാറ്റഗറിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഇല്ല. പക്ഷേ അവർക്ക് ഈ സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പണ്ട് കണ്ടിരുന്ന ആ വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടെങ്കിൽ, ആ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളൊക്കെ ഒന്ന് പൊടിതെറ്റെടുത്തു കഴിഞ്ഞാൽ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് 2 കോടി രൂപ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ ഇവിടെ ഉണ്ട്. അപ്പൊ അത് മനസ്സിലാക്കാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളതിലൂടെ കൂടിയിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെ നമ്മൾ പറഞ്ഞ 3 കാറ്റഗറി? കയ്യിൽ കൂടുതൽ പൈസ ഉള്ള ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി, അതിന് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി, സേഫ് ആയിട്ട് ലീഗലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി. പിന്നെ എന്താ പറഞ്ഞാൽ രണ്ടാമത്തെ, കയ്യിൽ കുറച്ച് പൈസ ഉള്ള ആൾക്കാർക്കും ഇതേപോലെ തന്നെ അവരുടെ കയ്യിലുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്യാനും ലീഗലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും അത് പെട്ടെന്ന് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് ഒരു പണക്കാരനാവാനുള്ള അവസരം. അപ്പൊ മൂന്നാമത്തെ കാറ്റഗറി ആളെന്ന് പറഞ്ഞാൽ കയ്യിൽ ഇപ്പൊ കാര്യമായിട്ട് പൈസ ഒന്നുമില്ല, പക്ഷേ സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹമായിട്ട് നടക്കുന്ന ആളുകൾക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടും ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് ഞാൻ പറയുന്നത്, എല്ലാവർക്കും ഉള്ള കോമൺ ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. എല്ലാവർക്കും പൈസ ഉണ്ടാക്കാൻ അറിയാം. പൈസ ഉണ്ടാക്കാൻ അറിയാത്ത